അമൃത വിദ്യാലയം ചാവക്കാട് ടീച്ചർ എന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. പ്രത്യേകിച്ച് അമ്മയുടെ സ്കൂളാണ്. അമ്മയുടെ എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ വളരെയധികം അറിയാൻ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എൻ്റെ വീട് കുന്നംകുളം അടുത്താണ്. അപ്പോൾ നമ്മൾ സെൻറ്ററുകളിലൊക്കെ പോകുമ്പോഴും ബസ് സ്റ്റാൻഡിലൊക്കെ പോകുമ്പോൾ പലരും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കാൻ തുടങ്ങി, ശ്രേഷ്ഠ ഭാരതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ടീച്ചറായിട്ട്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ എല്ലാ തരത്തിലും കുട്ടികളും അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടാണ്. പ്രിൻസിപ്പളും ടീച്ചേഴ്സും എല്ലാവരും സപ്പോർട്ടാണ്. അപ്പോൾ ഞങ്ങൾ 3 സീസൺ വളരെ സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്ത് ഞങ്ങൾ ഇത്രയിലും എത്തി. അതിലൊരു സീസണിൽ ഞങ്ങൾക്ക് 3rd പ്രൈസും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഇനിയും അമൃത ടി വിയിൽ ഉണ്ടാവട്ടെ, ഞങ്ങൾക്കും അതിനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ശ്രേഷ്ഠ ഭാരതം പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് പുരാണ ഇതിഹാസങ്ങളെക്കുറിച്ചൊക്കെയുള്ള അറിവുകൾ ഉണ്ടായിരുന്നോ, അതോ ഇതിൽ വന്നതിന് ശേഷമാണോ നിങ്ങൾ കൂടുതലും അതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ശ്രമിച്ചത്? അറിവ് ഉണ്ടായിരുന്നു. കാരണം സ്കൂളിൽ ഇപ്പോൾ ഞങ്ങളുടെ രാമായണ മാസമായാലും അങ്ങനെ പല പരിപാടികളും സ്കൂളിൽ ഇങ്ങനെ ക്വിസും അങ്ങനെ അതുപോലെ അതൊക്കെ നടത്താറുണ്ട് സ്കൂളിലൊക്കെ. അപ്പോൾ അത്യാവശ്യം അറിവുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ ആഴത്തിൽ അറിയാൻ കഴിഞ്ഞത് ഇതുപോലുള്ള ഒരു പരിപാടിക്ക് വന്നപ്പോൾ കൂടുതൽ റിസർച്ചൊക്കെ നടത്തിയപ്പോഴാണ് ഒന്നുകൂടെ അറിയാൻ പറ്റിയത്.